ഇവിടെ ഈ പെൺകുട്ടി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ആകാശത്തു കൂടി പറക്കുന്ന തിമിംഗലങ്ങളെയാണ്. അവൾ അതിശയത്തോടെ അത് നോക്കി നിൽക്കുമ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലം ഷെയ്ക്കാവാൻ തുടങ്ങുന്നു. ഒരു മരത്തിന് മുകളിലാണ് അവൾ നിൽക്കുന്നതെന്ന് തോന്നുമെങ്കിലും അത് മരമല്ല, അതൊരു വിചിത്രമായ ക്രീച്ചറാണ്. പെട്ടെന്ന് പൂവ് പോലെ തോന്നിക്കുന്ന അതിന്റെ മുകൾ ഭാഗം അടയാൻ തുടങ്ങുന്നു. അവൾ ജസ്റ്റ് മിസ്സിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ അവിടേക്ക് ഒരു വലിയ ചിത്രശലഭം പറന്നു വരുന്നത് കണ്ട് അവൾ അതിനെ അതിശയത്തോടെ നോക്കുന്നു. പക്ഷെ അത് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ അതിന്റെ കയ്യിൽ പെടാതെ ഓടാൻ തുടങ്ങുന്നു. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവൾ ദൂരെ മറ്റൊരാളെ കണ്ട് ഓടി വരുന്നു. പെട്ടെന്ന് അവളുടെ കാലിൽ ഒരു വള്ളി ചുറ്റുന്നു. നോക്കുമ്പോൾ അത് ജീവനുള്ളവയെ ഭക്ഷിക്കുന്ന വലിയൊരു പൂവാണ്. അത് അവളെ വിഴുങ്ങുന്നു. പെട്ടെന്നൊരു കത്തി വന്ന് ആ പൂവിനെ കട്ട് ചെയ്യുന്നു. അങ്ങനെ അവൾ വീണ്ടും രക്ഷപ്പെടുന്നു. അവൾ ആ പൂവിനകത്ത് നിന്ന് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ കണ്ടത് ഒരു മനുഷ്യനെയല്ല, അതൊരു ഏലിയനാണ്. അവൾ അയാളോട് തന്നെ പോലെ വേറെ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അയാൾ അവൾ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ പോകാൻ തുടങ്ങുന്നു. അവളും അയാളെ ഫോളോ ചെയ്യുന്നു. പെട്ടെന്ന് അവിടേക്ക് മറ്റൊരു ക്രീച്ചർ പറക്കുന്ന ഒരു വാഹനത്തിൽ വരുന്നു. എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടു പോകുന്നു. പിന്നീട് അവർ കണ്ണു തുറക്കുമ്പോൾ രണ്ടുപേരെയും തലകീഴായി കെട്ടിയിട്ടിരിക്കുകയാണ്. അവരെ മാത്രമല്ല മറ്റൊരു വലിയ ജീവിയെയും കെട്ടിയിട്ടിരിക്കുന്നു. അവൾ ഒരു വിധത്തിൽ തന്റെ കെട്ടുകൾ അഴിച്ച് താഴെ ഇറങ്ങുന്നു. അവിടെ അവൾ തന്റെ വളർത്തമ്മയായ റോബോട്ടിനെയും കാണുന്നു. ആ വലിയ ജീവിക്ക് അവളോട് മൈൻഡ് വോയിസിലൂടെ സംസാരിക്കാൻ കഴിയുന്നു. അവൾ അത് പറഞ്ഞതനുസരിച്ച് അതിന്റെ കെട്ടുകൾ അഴിച്ചതും അത് ആ ക്രീച്ചറിന്റെ കയ്യിൽ നിന്ന് അവരെ 3 പേരെയും രക്ഷിക്കുന്നു.